ഹായ് സുഹൃത്തുക്കളെ, റോയൽ നാഥ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. ട്രോളിംഗ് നിരോധനമായത് 51 ദിവസമാണ്. ഈ 51 ദിവസം കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? ഇതാണ് ഇന്ന് എനിക്ക് ഇതിലൂടെ കാണിച്ചു തരാനുള്ളത്. 51 ദിവസം കഴിഞ്ഞ് ബോട്ടുകാർക്ക് പണിക്ക് പോകാൻ പറ്റിയില്ല. എന്തുകൊണ്ടെന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടെന്ന് മനസ്സിലാക്കും. അത്ര സന്തോഷമുള്ള കാര്യമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമാണ്. എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് ബോട്ടുകാർ കടലിൽ പണിക്ക് പോകാൻ വേണ്ടി ഐസും എണ്ണയടിക്കും, പിന്നെ അതുപോലെ ബോട്ട് പല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും എല്ലാം നോക്കി എല്ലാം ഒതുക്കാൻ പണിക്കാരെല്ലാം എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് ഐസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ബോട്ടിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് ഐസ് എടുക്കുന്നത്. എങ്ങനെയൊക്കെ പോയാലും 200 ബ്ലോക്ക് ഐസ് മിനിമം ഒരു ബോട്ടിൽ കയറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളങ്ങനെ സ്റ്റോറിൽ കയറി അതിനകത്ത് ഐസ് വീഴുന്ന കൂടെ കാണിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള വിഷയത്തിലോട്ട് പോകാം. ഇത് പൊടിച്ചാണ് ഐസ് ഇടുന്നത്. അതിങ്ങനെ ഐസിൻ്റെ ഒരു മഞ്ഞ പുക പോലെ വരുന്നതാണ് നമുക്ക് മങ്ങലായിട്ട് കാണുന്നത്. നമ്മൾ ഈ അകത്തോട്ട് ഐസ് വെച്ച് കൊടുത്ത് വിടുന്ന ഒരു ചാക്ക് പോലത്തെ സാധനമാണ്. അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. കണ്ടോ, ഐസ് വന്ന് വീഴുന്നത് കണ്ടോ? അങ്ങനെ എന്തുവായാലും പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കടലിൽ പോകാൻ നേരത്താണ് നമുക്കൊരു ചെറിയ പ്രതിസന്ധി പറ്റിയത്. അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഐസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഭാഗം എല്ലാം റെഡിയായി എന്ന് പറയുമ്പോൾ 31-ൻ്റെ തലേ ദിവസം എല്ലാം ശരിയായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ പ്രതിസന്ധി നമ്മൾ അനുഭവിക്കുന്നത്. കണ്ടു നോക്കൂ. നമ്മൾ പറഞ്ഞില്ലേ 51 ദിവസം കഴിഞ്ഞ് ഇന്ന് 1-ാം തീയതിയാണ്. ഈ 1-ാം തീയതിയും ഇവിടെ നമുക്ക് കടലിൽ പണിക്ക് പോകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. വള്ളക്കാർക്കും പറ്റില്ല, ബോട്ടുകാർക്കും പറ്റില്ല. പക്ഷേ മെയിനായിട്ട് ഇന്നത്തെ ദിവസം ബോട്ടുകാരാണ് പണിക്ക് പോകുന്നത്. 51 ദിവസം പണിക്ക് പോകാതെ കാത്തിരുന്നിട്ട് ബോട്ടുകാർ ഇന്ന് പണിക്ക് പോകേണ്ട ദിവസമാണ്. പോകാൻ പറ്റാത്ത കാരണം ഇതാണ്. സംഭവം ഇത് തന്നെയാണ്. എന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഈ കടൽ കണ്ട, കടലിൻ്റെ ആ തിര ഒടിഞ്ഞ് വരുമ്പോഴത്തേക്കുള്ള കളർ തന്നെ കണ്ടില്ലേ? കടൽ നല്ല രീതിയിൽ ഇളകി, കടൽ ക്ഷോഭമായിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ഒരു രീതിയിലും മീൻപിടുത്തം നടക്കത്തില്ല. കടലിൽ പോകുന്നവരുടെ ബോട്ടും വെള്ളമൊക്കെ മറിയും. അതുപോലെ തന്നെ കാറ്റും ഉണ്ടായിരുന്നു. ഈ 2 ദിവസത്തെ പ്രകൃതിയായിട്ടുള്ള ഒരു പ്രശ്നം, പ്രകൃതി രൂക്ഷമായതിൻ്റെയാണ് നമുക്ക് പറ്റിയ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ദിവസം കൊണ്ടാണ് കടൽ ഇത്രയും ഇളകി മാറിയത്. കണ്ടാ, ഒരു പണിക്കാരുമില്ല ഇവിടെ. എന്ന് പറയുമ്പോൾ കടലിൽ പണിക്ക് പോകേണ്ട ഒരു ബോട്ടുകാരോ വള്ളക്കാരോ ഒന്നുമില്ല. നമ്മുടെ ദേഹത്തോട്ടും കടലടിച്ച് വീഴുന്ന രീതിയിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അഴീക്ക പുലിമുട്ടിലാണ് നിൽക്കുന്നത്. അഴീക്ക അഴിമുഖത്തിൻ്റെ പുലിമുട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നിട്ട് പോലും കരക്കോട്ട് കടലിൽ കയറി വരാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇത്രയ്ക്കും രൂക്ഷമായി കിടക്കുകയാണ് കടൽ ക്ഷോഭം. ഇതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞാന്ന് പറയുമ്പോൾ ഈ 51 ദിവസം കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന ഈ ബോട്ടുകാരുടെ പ്രതീക്ഷയുള്ള ടൈമായിരുന്നു ഇത്. ഈ ടൈമിലാണ് കടൽ ഇങ്ങനെ ഇളകി മറിഞ്ഞ് കടലിൽ പണിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നത്. കണ്ട, നല്ല രീതിയിൽ ചെളി ഇളകി നിൽക്കുക. കണ്ട, കടലിൻ്റെ അടിത്തട്ട് വരെ ഇളകി മറിയുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഒരേ തിര വരുമ്പോഴത്തേക്ക് വ്യക്തമായിട്ട് കാണാം. കണ്ട, ആ തിര മിക്കവാറും നമ്മുടെ ദേഹത്തോട്ട് വരും. കണ്ട, അതിശക്തമായിക്കൊണ്ടിരിക്കുകയാണ് കടൽ. ബോട്ടുകാർ പണിക്ക് പോയില്ലെങ്കിലും ചൂണ്ടയിടാൻ വേണ്ടി ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കും അങ്ങനെ മീനൊന്നും അധികം കിട്ടിയില്ല. ചെറിയ മീനൊക്കെ കിട്ടിയിട്ടുള്ളൂ. നമ്മുടെ അഴീക്ക ഹാർബറാണ്. അഴീക്ക ഹാർബറിൽ എല്ലാ ബോട്ടും ഇങ്ങനെ പണിക്ക് പോകാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. ആർക്കും കടലിൽ പോകാൻ പറ്റാതെ എല്ലാം കെട്ടിയിട്ടിരിക്കുക. ഇത് ഹാർബറിൽ മാത്രമുള്ളത്. അതുകൂടാതെ ബോട്ടുണ്ട്, ഞാൻ വേറെ ഉണ്ട്, അതും കാണിച്ചു തരാം. ഇവരെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇതെല്ലാം പണിയെല്ലാം കഴിഞ്ഞിവിടെ കൊണ്ട് കയറ്റി നിർത്തിയിരിക്കുകയാണ്. കടലിൻ്റെ കടൽക്ഷോഭം ഒന്ന് മാറിക്കഴിഞ്ഞാൽ പണിക്ക് പോകണം എന്നുള്ളൊരു കണ്ടീഷനൊക്കെയാണ്. അതുപോലെ തന്നെ ഹാർബർ കണ്ട ഒരു മീനും ഇല്ല. ഇതാണ് കടപ്പുറക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുപോലത്തെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കുടുംബം പട്ടിണിയാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മെയിനായിട്ടുള്ളൊരു പ്രതിസന്ധി.
കണ്ടാ അങ്ങനെ ബോട്ടുകൾ നിരന്ന് കിടക്കുകയാണ്. ഇത് ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ എത്രയോ ബോട്ടുണ്ടെന്നറിയാമോ? ഇതിനകത്തൊന്നും മനസ്സിലാക്കേണ്ട കാര്യം വേറെ ഒന്നുമല്ല, എത്ര കുടുംബക്കാർ പട്ടിണിയായി കിടക്കുകയെന്നറിയാമോ? 51 ദിവസം ഇവർ കാത്തിരുന്നിട്ട് പണിക്ക് പോകാൻ വേണ്ടി നിന്നതാണ്. ഒരു ബോട്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 11 തൊഴിലാളികളുണ്ട്. അപ്പോൾ 11 കുടുംബമാണ് വീണ്ടും പ്രതിസന്ധിയിൽ കഴിയുന്നത്. എല്ലാവരും വന്നിട്ട് ഇങ്ങനെ പണിക്ക് പോകേണ്ട സമയത്ത് പോകാൻ പറ്റാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുക. അതുകൂട്ടത്തിൽ വേറെ കാര്യമൂടെ ഞാൻ പറയാനുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ ബോട്ടിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് 400 ബ്ലോക്ക് ഐസ്, 200 ബ്ലോക്ക്, സോറി കേട്ടോ, 200 ബ്ലോക്ക് ഐസ് വരെയൊക്കെ 200, 300, 400 കയറ്റുന്നവരുണ്ട്. അങ്ങനെ ഐസെല്ലാം കയറ്റി നിറച്ചിട്ടിരിക്കുകയാണ്. ഇവർക്ക് ഈ നഷ്ടം വരുന്നതെന്ന് പറയാം, ഈ ഐസുകൾ ദിവസം കഴിയും തോറും അലിഞ്ഞു പോവുകയും ചെയ്യും. അതും ഒരു വലിയ നഷ്ടമാണ്. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ കുറേ പ്രതിസന്ധികളും കൂടെ നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ളത് നിങ്ങളെല്ലാവരും എത്തിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൂടി ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട്. ഇവരെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ തന്നെ ഇതിനകത്ത് ദൂരെ നിന്ന് വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇവിടെ തന്നെ ഈ ബോട്ടിനകത്ത് തന്നെ തങ്ങുകയാണ്. കാര്യം കടലിൽ കുറഞ്ഞ് ബോട്ട് പോകാൻ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ പോകാമെന്നുള്ളൊരു പ്രതീക്ഷയെ നിൽക്കുക ഇവരെല്ലാവരും. പൂർണ്ണമായിട്ട് ഹാർബർ കാലിയായി, ഒരു തരി മീൻ പോലും ഇല്ല. ബോട്ടുകാർക്കും വള്ളക്കാർക്കും പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. എല്ലാ ബോട്ടും വള്ളവും കടലിൽ പണിക്ക് പോകാൻ പറ്റാതെ കിടക്കുക. കണ്ടോ?